ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, 18ാമത് ലോകസഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ വോട്ടെടുപ്പ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത 26-ാം തീയതിയാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വളരെയേറെ പ്രത്യേകതയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പ്. ഞാനിത് പറയുമ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രായമുള്ള സഖാക്കളും സുഹൃത്തുക്കളും വിചാരിക്കും, 17 ലോകസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് എന്നാണ്. എന്നാൽ അതുപോലെ ഒരു പ്രാധാന്യം മാത്രം ഈ 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പിന് നൽകിയാൽ പോരാ. ഞാനിത് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയും പാർലമെൻ്ററി വ്യവസ്ഥയും മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനവുമെല്ലാം ഉൾച്ചേർന്ന ഇന്ത്യ എന്ന ഈ രാജ്യം വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന പരിമിതിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. പരിമിതിയുണ്ടെങ്കിലും ഈ ഇന്ത്യ നിലനിൽക്കണോ അല്ല ഹിന്ദുത്വ അജണ്ട എന്ന ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന, ഇതൊന്നും വേണ്ട, ഈ ഭരണഘടന വേണ്ട, പാർലമെൻ്ററി വ്യവസ്ഥ വേണ്ട, മതനിരപേക്ഷത വേണ്ട, ഫെഡറൽ സംവിധാനം വേണ്ട എന്ന് പച്ചയായിട്ട് കൃത്യമായിട്ട് മുദ്രാവാക്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന BJP സംഘപരിവാർ വിഭാഗത്തിന് അധികാരത്തിൽ വരാനാവണമോ? ഇന്ത്യൻ ജനതയെ രണ്ടായിട്ട് വിഭജിച്ച ഏറ്റവും ശ്രദ്ധേയമായ 2 ഭാഗമാണ് ഞാൻ അവതരിപ്പിച്ചത്. നമുക്ക് വളരെ വ്യക്തതയോടുകൂടി പറയാനാവും, ഈ പരിമിതി ഉണ്ടെങ്കിലും ഈ ഭരണഘടനയും മതനിരപേക്ഷ ഉള്ളടക്കവും ജനാധിപത്യവും അതുപോലെ തന്നെ ഫെഡറലിസം, സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ എല്ലാം നിലനിൽക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം മാറ്റി ഒരു പുതിയ ഇന്ത്യ ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിലൂടെ സൃഷ്ടിക്കാനാവണം എന്നാണ് BJP സംഘപരിവാർ വിഭാഗങ്ങൾ വിഭാവനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ 19ാമത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതിന് ഉറപ്പില്ല. ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, ചിലപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അതിൻ്റെ ചരിത്രത്തിലെ അവസാനത്തെ തിരഞ്ഞെടുപ്പാവാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മറ്റെല്ലാ തിരഞ്ഞെടുപ്പും പോലെ ഒരു തിരഞ്ഞെടുപ്പായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ പോരാ. ഇതിൻ്റെ സാധ്യതകളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പാർലമെൻ്ററി വ്യവസ്ഥയെ അംഗീകരിക്കാത്ത കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ കാലത്ത് തന്നെ ആ റിപ്പബ്ലിക്കിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വർഗീയവാദികൾ അവരാണ് ഇന്ന് മുൻകൈയോടുകൂടി ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത്.
നിങ്ങൾക്കറിയാം, 1923 സവർക്കർ എന്ന് പറയുന്ന വർഗീയവാദി രാഷ്ട്രീയ മേഖലയിൽ പ്രയോഗിക്കുന്ന ഒരു പദം, ഹിന്ദുത്വ എന്ന അജണ്ട ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. 1923 കഴിഞ്ഞിട്ട് 101 വർഷമായി. ആ സവാർക്കർ അവതരിപ്പിച്ച ഹിന്ദുത്വ അജണ്ടക്ക് നല്ലതുപോലെ ആശയപരവും സംഘടനാപരവുമായ രൂപം നൽകി 1925 RSS രൂപീകരിച്ചത്. RSS രൂപീകരിച്ചിട്ട് 99 വർഷമായി. അടുത്ത വർഷം 100ാമത്തെ വർഷം. ഈ 100 വർഷക്കാലം, 101 വർഷക്കാലം ഈ ഹിന്ദുത്വ എന്ന അജണ്ട, ഫാസിസ്റ്റ് അജണ്ട ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നല്ലതുപോലെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ജനങ്ങളുടെ ബോധനിലവാരത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവണ്ട. 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ദിവസം ഇന്ത്യയിൽ ഫാസിസം വന്നു എന്ന് പറയാൻ പറ്റില്ല. ഇത്രാം തീയതി മുതലാണ് ഇന്ത്യയിൽ ഫാസിസം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ടൊരു 100 വർഷക്കാലമായി ഹിന്ദു വർഗീയവാദികൾ ഈ ഫാസിസത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. നമ്മുടെ പടിവാതിക്കൽ ഇപ്പോഴ് മുട്ടുകേട്ടുകൊണ്ടിരിക്കുകയാണ് ഫാസിസത്തിൻ്റെ. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ അപകടകരമായ ഒരു രംഗം. നിങ്ങൾക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണവുമായി, അത് പ്രാവർത്തികമാക്കുമെന്ന പ്രഖ്യാപനവുമായി, അതിനെ എതിരായിട്ട് അതിനനുകൂലമായി അതിശക്തിമത്തായ സമരങ്ങളും പോരാട്ടങ്ങളും അനുകൂലങ്ങളും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നൊരു നിയമമുണ്ട് ഇന്ന് ഇന്ത്യയിൽ. അത് നിങ്ങൾക്കറിയാം. ഏതാ? ഇത് വളരെ ദൂരെയായി പോയി വരും. പറഞ്ഞോ, അത് പറ. ഏത് നിയമം അത്? പറഞ്ഞാലേ ഇനി അപ്പുറം പ്രസംഗിക്കുള്ളൂ. പിന്നെ വെറുതെ എന്താ എനിക്ക് പ്രസംഗിക്കേണ്ട കാര്യം? അതായത് ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഇന്ത്യയെ നീക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് അതിൻ്റെ ഒരു ചുവടുവെപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു കൈവഴി പോലെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേരെന്താ? ഏതാ? പറഞ്ഞോ, പറ, ശബ്ദത്തിൽ പറ. പൗരത്വ ഭേദഗതി നിയമം. ഈ പൗരത്വ ഭേദഗതി നിയമം, അതിൻ്റെ പേര് നോക്കിയിട്ട് ഫാസിസം അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധത എന്നൊന്നും പറയാൻ സാധിക്കില്ല. വളരെ വ്യക്തതയോടുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാനാവണം. അത് ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഉന്നം. അല്ലാണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവർക്ക്, അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നവർക്ക്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്ക് മുസ്ലിങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് പൗരത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപരിപ്ലവമായ ഒരർത്ഥയാവുള്ളൂ. സത്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന നിലപാടാണ്. ഈ മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നരേന്ദ്രമോദി പ്ലാൻ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തുറന്ന ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ ഹിന്ദുത്വ ധ്രുവീകരണ അജണ്ട നടപ്പിലാക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞ ഒരു സുപ്രഭാതത്തിലല്ല ഫാസിസം കടന്നു വരിക. നിരവധി കൈവഴികളിലൂടെയാണ് അവരതിലെത്തിച്ചേരുക. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു നിയമമാണ് ഈ പറഞ്ഞ മതനിരപേക്ഷ ഉള്ളടക്കത്തെ മാറ്റി ഒരു മതരാഷ്ട്രമാക്കി ഇന്ത്യയെ തീർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നരേന്ദ്രമോദിയുടെ, RSSൻ്റെ, BJPയുടെ, സംഘപരിവാറിൻ്റെ ഇടപെടൽ. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ കേന്ദ്ര മുദ്രാവാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ
ഒരു സംശയമില്ലാതെ എല്ലാവർക്കും പറയാൻ കഴിയും, ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമം റദ്ദ് ചെയ്യണം. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മർമ്മപ്രധാനമായ മുദ്രാവാക്യം. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഇന്ത്യ രൂപം കൊള്ളുന്നതിൻ്റെ ഭാഗമായി 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ സ്വതന്ത്ര ഇന്ത്യയിൽ RSS സംഘടിപ്പിച്ച ആദ്യത്തെ പ്രചാരകരുടെ സമ്മേളനം ഇതിനേക്കാൾ വലിയ ഒരു സമ്മേളനമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയ സമ്മേളനം. ഒരേ ഒരു വിഭാഗം മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ, സ്ത്രീകളാരുമില്ല. RSSൽ സ്ത്രീകളില്ലല്ലോ അന്ന്, ഇപ്പോഴും ഇല്ല. അതിലുണ്ടായിരുന്നത് പ്രചാരകരാണ്, പ്രചാരകർ. ആ പ്രചാരകർ പങ്കെടുത്ത സമ്മേളനം. ആ സമ്മേളനത്തിൽ ഗോൾവാൾക്കർ എന്ന സർസംഘ ചാലക് പ്രസംഗിച്ചു. എന്താ പ്രസംഗം? ഈ ഗാന്ധി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്, പക്ഷെ മഹാത്മാവില്ല, ഒന്നുമില്ല, ഗാന്ധി പൂർണ്ണ പരിഹാസം. ഈ ഗാന്ധി പാകിസ്ഥാന് മുസ്ലിം ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തി, നല്ല ശ്രദ്ധിച്ച് പദം പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ, മുസ്ലിം ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തി പാകിസ്ഥാൻ കിട്ടി. നമുക്ക് ഇന്ത്യയിൽ ഹിന്ദു ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിന്ദു രാജ്യം കിട്ടിയില്ല. ആരാണതിന് വിലങ്ങായി ശക്തിയായിട്ട് നമ്മളെ എതിർത്തത്? എന്നിട്ട് പറഞ്ഞു ഈ ഗാന്ധി. മാത്രമല്ല, ഈ ഗാന്ധി ഇന്ത്യൻ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പാകിസ്ഥാൻ ഖജനാവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിരാഹാരം കിടക്കുകയാണ്. ഗാന്ധിനെ പറ്റിയ രാജ്യത്തെ ഒറ്റുകൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെ: ഗാന്ധി ഇതേ നില തുടരുകയാണെങ്കിൽ ഈ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്നാണ് പ്രസംഗത്തിൻ്റെ അവസാനം. ഗോൾവാൾക്കറുടെ പ്രസംഗത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ വർബാറ്റ മുഴുവൻ നമ്മുടെ മ്യൂസിയത്തിലുണ്ട്, മുഴുവൻ കാര്യമുണ്ട്. ആദ്യം ഉണ്ടായിരുന്നില്ല, അത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ഡൽഹിയിലുണ്ട് ഈ പ്രസംഗത്തിൻ്റെ വർബാറ്റ. നിശബ്ദനാക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കൊല്ലേണ്ടി വരുമെന്നാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് മരിച്ചു വീണ രക്തസാക്ഷി ആരാണ് എന്നതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, അത് മഹാത്മാഗാന്ധിയാണ്. ഒരു മതരാഷ്ട്രമാക്കാൻ ഞങ്ങളെ അനുവദിച്ചില്ല എന്ന RSSൻ്റെ പക, അത് വെച്ചിട്ട് ഈ ഗാന്ധി ഇതേ നില തുടർന്നാൽ നിശബ്ദനാക്കേണ്ടി വരുമെന്നവരുടെ പ്രതിജ്ഞ. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ അത് ദശലക്ഷക്കണക്കിന് മനുഷ്യനെ സ്വാധീനിക്കും. അങ്ങനെ സ്വാധീനിച്ചാൽ അത് ആശയം മാത്രമായിട്ടല്ല നിൽക്കുക, അത് പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ഭൗതിക ശക്തിയായിട്ട് മാറും. അതിൻ്റെ അർത്ഥം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നില്ലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഒരു വർഗീയവാദി, ഹിന്ദു വർഗീയവാദി, അത് XY മഹാത്മാഗാന്ധിയെ കൊല്ലുമായിരുന്നു എന്നത് ഈ സാമൂഹ്യശാസ്ത്ര നിയമമാണ്. ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴിവിടെ KC വേണുഗോപാലനും രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃനിര പറയുന്നത് പോലെ അത്ര ലളിതമല്ല ഒരു മതരാഷ്ട്രം എന്ന തലത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനം. ഇത് മനസ്സിലാവാതെ വെറുതെ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഹാത്മാഗാന്ധിയെ രക്തസാക്ഷിത്വം വരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച മതനിരപേക്ഷതയെ തകർത്ത് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ, അതിൻ്റെ ഒരു കൈവഴികൾ സൃഷ്ടിക്കാൻ പൗരത്വ ഭേദഗതി നിയമം മുന്നോട്ടേക്ക് കൊണ്ടുവന്ന ഇന്ത്യയിലെ ഭരണകൂട സംവിധാനത്തെ, അതിൻ്റെ പ്രധാനമന്ത്രി നമുക്കെല്ലാം അറിയുന്നത് പോലെ നരേന്ദ്രമോദിയെ
അതിന് നേതൃത്വം കൊടുക്കുന്ന RSSനെ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമമെന്ന മതരാഷ്ട്ര സംവിധാനത്തെ നമുക്ക് പിച്ചി ചീന്താനാവണം, അതിനെ റദ്ദ് ചെയ്യാനാവണം. 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഏറ്റവും കേന്ദ്രമായിട്ട് നിൽക്കുന്ന ഈ പ്രശ്നത്തിൽ BJPയുടെ നിലപാടിനെതിരായിട്ട് ഞാൻ അഹോരാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന എന്തെങ്കിലും പ്രസംഗിക്കലല്ല, അഹോരാത്രം നിലപാടാണ്, നയമാണ്. ആ നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഗമായിട്ടുണ്ടോ? അവരുടെ പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ഭാഗമായിട്ടുണ്ടോ? കോൺഗ്രസ് എന്ന സംഘടനക്കുണ്ടോ? ഈ രാജ്യത്തിൻ്റെ കിഴക്കും വടക്കും തെക്കും എല്ലാം നടന്ന് ഞാൻ ഇന്ത്യയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്കുണ്ടോ? ഇവർക്കാർക്കുമില്ല എന്നുള്ളതാണ് പ്രകടന പത്രിക പുറത്തു വന്നപ്പോഴും അവരുടെ നിലപാടുകൾ ചോദിച്ചപ്പോഴും ഇവിടെയെല്ലാം വന്ന് പ്രസംഗിക്കുമ്പോഴും ഇവരാരും ഈ കേന്ദ്ര മുദ്രാവാക്യം മതരാഷ്ട്രമാക്കാനുള്ള ഇന്ത്യയിലെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വർഗീയവൽക്കരണ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായുള്ള നിയമത്തെ അതിശക്തിയായിട്ട് എതിർക്കാനോ അത് റദ്ദ് ചെയ്യുമെന്ന് പ്രകടന പത്രികയിൽ പറയാനോ അവർക്ക് ധൈര്യമില്ല, അവരത് നിർവഹിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ഇതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് പറയുമ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് ഭയങ്കരം വെപ്രാളം. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കും. ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യ സഖ്യമുണ്ടല്ലോ, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്നെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നു. BJPയെ ആക്രമിക്കുന്നില്ല, രാഹുൽ ഗാന്ധിയെയാണ് ആക്രമിക്കുന്നത് എന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം. ഞാൻ പ്രത്യേക വിശകലനം വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ എല്ലാം പ്രസംഗങ്ങളിൽ സഖാവ് പിണറായി ഉൾപ്പെടെ നിരവധിയായി ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശത്രുതാപരമായ ഒരു രാജ്യത്തെ പോലെ, ഒരു ശത്രു രാജ്യത്തെ പോലെ ഇന്ത്യ ഗവൺമെൻറ് കേരളത്തിനെതിരായി നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഈ വർഗീയ ശക്തികളുടെ ബദലായി മുമ്പോട്ടേക്ക് വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കുന്നതിന് വേണ്ടി, അതിൻ്റെ സാമ്പത്തിക പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി എല്ലാ നിലപാടുകളെയും അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടാണ് നമ്മളെല്ലാം ഓർക്കുന്നുണ്ട്. 140 നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ തുറന്നു കാണിക്കുന്ന സദസ്സുകൾ നടത്തിയത്. 140 സദസ്സ്, 140 സദസ്സിലും മുഖ്യമന്ത്രി പ്രസംഗിച്ചു. കൃത്യമായിട്ട് എന്താണ് കേന്ദ്രം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ സഖാവ് ചിഞ്ചു റാണി ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. നമുക്ക് ഏറ്റവും അവസാനം കഴിഞ്ഞ 31-ാം തീയതി, മാർച്ച് 31-ാം തീയതി കഴിഞ്ഞപ്പോൾ നമുക്ക് തരേണ്ടിയിരുന്ന 57,000 കോടി രൂപ തന്നില്ല. കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംയുക്ത പ്രോജക്റ്റായിട്ട് നമുക്ക് അനുവദിക്കേണ്ടുന്ന 7,000 കോടിയും തന്നില്ല. 64,000 കോടി രൂപ ഒറ്റ കൊല്ലം നമുക്ക് തന്നില്ല. ഇവിടെ പെൻഷൻ കൊടുക്കാനുണ്ട്, DA കൊടുക്കാനുണ്ട്, വ്യത്യസ്ത ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അതൊന്നും നിർവഹിക്കാനാവരുത് എന്നാണ് ഇവിടെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ 18 MPമാരും ആഗ്രഹിച്ചത്. അവരുടെ എല്ലാം മനസ്സിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ജനങ്ങളുടെ രോഷം പടരട്ടെ. കേന്ദ്ര ഗവൺമെൻറ് ഇതൊന്നും അനുവദിക്കുന്നില്ല എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട്, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ധൂർത്ത്, കേരളത്തിലെ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് സാമ്പത്തിക മാനേജ്മെൻ്റ് ഇല്ലായ്മ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ അതിൻ്റെ MPമാരായ 18 ആളും കേന്ദ്രത്തിനെതിരായിട്ടൊരു അക്ഷരം പറയാതെ ഈ കേരളത്തിൽ പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കോൺഗ്രസിൻ്റെ നിലപാടതാണ്. BJPയുടെ നിലപാടും അതുതന്നെ, ഒരു ശത്രു രാജ്യത്തിനെതിരായിട്ട് എന്ന പോലെയാണ് അവരുടെ നിലപാട്. അതിന് ഞങ്ങൾക്കതിന് കൃത്യമായിട്ടുള്ള വ്യക്തതയുണ്ട്. ഈ കേരളം എങ്ങനെയാണ് കഴിഞ്ഞ 7 ദിവസമാണ്, 7 പ്രാവശ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വന്നത്. കേരളം സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന് പറയുന്ന നമ്മുടെ ടൂറിസത്തിൻ്റെ ആപ്തവാക്യം അത് നല്ലപോലെ ആസ്വദിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് താല്പര്യം ഉണ്ടാവും.
ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ 7 പ്രാവശ്യം വന്ന്, എന്നിട്ട് പ്രത്യേകമായിട്ടും തൃശ്ശൂർ കേന്ദ്രീകരിച്ചു. തൃശ്ശൂർ സ്ഥാനാർത്ഥിയുടെ മകളെ കല്യാണത്തിൽ വന്നു. അതിനുശേഷം 2 യോഗത്തിൽ പങ്കെടുത്തു. എല്ലാം കൂടി ചേർന്ന് തൃശ്ശൂർ ജയിക്കാൻ പോവാണ്. കേരളത്തിൽ ഞങ്ങൾ 10 എന്ന് പറഞ്ഞാൽ 2 അക്ക നമ്പറിൽ ജയിക്കാൻ പോവാണ് എന്നൊക്കെ BJP നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. നമ്മൾ വിചാരിക്കും പ്രധാനമന്ത്രിയല്ലേ പറഞ്ഞത്, അതിലെന്തെങ്കിലും കഴമ്പുണ്ടാവുമെന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലോ. തനി തറ RSSൻ്റെ നമ്മുടെ നാട്ടിലെ അതേ നിലവാരത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉള്ളത് എന്ന് തെളിയിക്കുന്നതാണ് ഈ 2 അക്ക നമ്പറിൽ ഞങ്ങൾ എത്തുമെന്ന് പറയുന്ന പ്രഖ്യാപനം. അവർക്കറിയാം എല്ലാ വിവരങ്ങളും നരേന്ദ്രമോദിയുടെ കയ്യിലുണ്ട്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 20 നിയോജക മണ്ഡലത്തിൽ 1 നിയോജക മണ്ഡലത്തിലും 2ാം സ്ഥാനത്ത് പോലും എത്താൻ സാധ്യതയില്ല എന്ന് നന്നായിട്ട് അറിയുന്ന നരേന്ദ്രമോദി ഇടക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ കാര്യം എന്താ? ശത്രു രാജ്യത്തെ മനസ്സിലാക്കാനാണെന്ന് നിങ്ങൾ മനസ്സിലാവണം. ഞാനിത് വെറുതെ പറയുന്നതല്ല. RSSൻ്റെ പ്രത്യശാസ്ത്രക്കാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു പേരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പേര് തന്നെയാണ്, ഗോൾവാൾക്കർ. ഗോൾവാൾക്കറായിരുന്നു നിങ്ങൾക്കറിയാം. അതിൻ്റെ രൂപീകരണ സമ്മേളനത്തിന് ശേഷം ഹെഗ്ഡേവാറിൻ്റെ മരണത്തെ തുടർന്ന് RSSൻ്റെ സർസംഘ് ചാലക്കായത്. അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പുസ്തകമുണ്ട്. അത് മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് വിചാരധാര എന്നാണ്. വിചാരധാര. ആ വിചാരധാരയിൽ ഇന്ത്യയെ പറ്റി വിശകലനം ചെയ്യുന്നതിന് മുമ്പ് ആമുഖമായി നമ്മുടെ പൂർവികർ, ലോകത്താണ് കേട്ടോ, ഇവിടെയല്ല, എന്താണ് ചെയ്തത് എന്ന് ഉദ്ധരിച്ചുകൊണ്ട് ജർമ്മൻ ഫാസിസത്തെയാണ് കൂട്ടുപിടിച്ചത്. ഹിറ്റ്ലറുടെ ജർമ്മനി. അതവർ പണ്ടത്തെ എന്താ അറിയോ? ആ രാജ്യത്തിൻ്റെ ശരിയായ രീതിയിലുള്ള നേരവകാശികൾ എന്ന് പറഞ്ഞാൽ വംശം, അവിടെയുള്ള വംശം, ആര്യ ബ്ലഡ്സ്, ആ വംശശുദ്ധിക്ക് വേണ്ടി അടരാടിയ ഒരു പോരാളിയാണ് ഹിറ്റ്ലർ എന്നാണ് ഈ RSകാരൻ്റെ പ്രത്യയശാസ്ത്ര രേഖയിൽ എഴുതി വെച്ചത്. അതെന്താണെന്ന് നിങ്ങളെല്ലാം മനസ്സിലുണ്ടാവും. 60 ലക്ഷം ജൂതന്മാരെയാണ് ഹിറ്റ്ലർ കൊന്നൊടുക്കിയത്. 60 ലക്ഷം. നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിൽ തന്നെ ഉൾക്കൊള്ളില്ല. 60 ലക്ഷം ജൂതന്മാരെ മൃഗീയമായി ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നു. ആ ഫാസിസ്റ്റിനെ പറ്റിയാണ് ഗോൾവാൾക്കർ എന്ന RSS പ്രത്യയശാസ്ത്രക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞ സർസംഘ് ചാലക്, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നമ്മുടെ മാതൃക അതാണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇന്ത്യ എങ്ങനെയാവണമെന്ന് ചോദിച്ചു. ഇന്ത്യ എങ്ങനെയാവണമെന്ന് ചോദിച്ചപ്പോൾ ആ മാതൃക പിന്തുടരണം, നമുക്ക് വംശശുദ്ധി വേണം. ജർമ്മനിയിൽ വംശശുദ്ധിക്ക് വേണ്ടി 60 ലക്ഷത്തെ കൊന്നു, ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കി. അതുപോലെ ഇന്ത്യക്കും വംശശുദ്ധി വേണം. ഇന്ത്യ വംശശുദ്ധി നേടണമെങ്കിൽ ആരാണിവിടെ വംശശുദ്ധിക്കെതിര്, ആരാണ് ആഭ്യന്തര ശത്രു, കൃത്യമായിട്ട് വിശകലനം ചെയ്യുകയാണ്. എന്നിട്ട് ശത്രുവിനെ നിശ്ചയിച്ചു. ഒന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റ്. അവർ 3 M ആയിട്ടാണ് പറഞ്ഞത്. അതിങ്ങനെയാണ്: മുസ്ലിം, മിഷണറീസ്, മാർക്സിസ്റ്റ്. 3 M. ഇവരാണ് ആഭ്യന്തര ശത്രു. ഈ ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിക്കണം. ഈ ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിക്കണം, കൊല്ലണം. വേറെന്താ? ഞാനിനി ലളിതമായൊരു ചോദ്യം ചോദിക്കാം. ഈ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇന്നത്തെ ഇന്ത്യൻ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന നാടേതാണ്? പറഞ്ഞോ? കേരളമാണ്. കേരളമാണ് എന്നിങ്ങനെ ഒരു സാധാരണ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞാൽ പോരാ. ഞാൻ ഹിറ്റ്ലറുടെ
പാരമ്പര്യം പിന്തുടരുന്നു എന്ന് പറയുന്ന ഗോൾവാൾക്കറിൽ നിന്ന് വരുന്ന ഈ വാക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആഭ്യന്തര ശത്രുവിൻ്റെ തല ഈ ഭൂമിയിൽ ഉരുണ്ടുരുണ്ട് പോകുമെന്ന ഉത്കടമായ വേദനയും ഉത്കണ്ഠയും വേണം. സാധാരണ ഒരു പ്രസംഗം കേൾക്കുന്ന പോലെ കേട്ടാൽ പോരാ. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശത്രുരാജ്യത്തെ മനസ്സിലാക്കാനാണ് നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. വെറുതെയല്ല, ജയിക്കാനല്ല, തോക്കുന്ന ഉറപ്പാണ്. എന്നിട്ടും ഈ കേരളത്തിൻ്റെ ഉള്ളറകളെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ശത്രു രാജ്യത്തോടെന്ന പോലെ നിലപാട് സ്വീകരിക്കുന്ന ഈ നരേന്ദ്രമോദി ഇന്ത്യയിലെ RSS ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണാധികാരി നമ്മളെടുക്കുന്ന നിലപാടിൻ്റെ ക്രൂരമായ ഒരു വശം അവർ തന്നെ മുന്നോട്ടേക്ക് വരച്ചു വെച്ച ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ വളരെ അപകടകരമാണ് രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഈ ജീവിതക്രമം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുക. അപ്പോഴീ കേരളത്തെ ഒരു ശത്രു സൈന്യത്തെ പോലെയാണ് നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അതിന് പണം തരില്ല, പദ്ധതികൾ തരില്ല, നമ്മൾ ഒരു തരത്തിലും അംഗീകരിച്ചു പോവില്ല. ഈ ഒരു നിലപാട് ഫെഡറൽ സംവിധാനത്തിനെതിരാണ്. എന്നാൽ ഈ ഫെഡറൽ സംവിധാനം വേണ്ട എന്ന് പറയുന്നവരാണ് റിപ്പബ്ലിക്കിൻ്റെ കാലത്ത് തന്നെ RSS. ഈ ദേശീയ പതാക വേണ്ട, ഈ ദേശീയ ഗാനം വേണ്ട, ഈ ഭരണഘടന വേണ്ട, മതനിരപേക്ഷ ഉള്ളടക്കം വേണ്ട എന്നെല്ലാം പറഞ്ഞാൽ പിന്നെ എന്തേ വേണ്ടത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. അത് അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഭരണകൂടം. ഒന്നും കൂടി പറയാം, അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഭരണകൂടം, ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാത്തൊരു നാട്, മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത് അവൻ്റെ നെഞ്ച് ചേർത്ത് തോക്കിൻ പാത്തി വെക്കുന്നൊരു കാലം. അതാണ് ഫാസിസം. ആ ഫാസിസത്തിലേക്കാണ് യാത്ര. അതിനെയാണ് പിടിച്ചു കെട്ടേണ്ടത്. ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്താതെ ഈ ഇന്ത്യയെ സംരക്ഷിക്കാനാവില്ല. ഇപ്പോൾ ഫാസിസത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഓരോരോ ചെയ്തികളും നോക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതും ഭരണഘടനാപരമാണ്. അതിലൊന്നാണ് കോടതി. ജഡ്ജിമാരെ ആരാണ് തീരുമാനിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി തന്നെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് വേണ്ടി വാദിച്ചവർ എന്താ പറഞ്ഞത്? ജഡ്ജിമാരെ ഇനി കൊളീജിയംസ് ഉണ്ടാക്കിയിട്ട് ജഡ്ജിമാരെ തീരുമാനിക്കണ്ട, ഞങ്ങൾ തീരുമാനിക്കും. അമിത്ഷായും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും കൂടി ചേർന്ന് തീരുമാനിക്കാം, വേണമെങ്കിൽ ഒരാളെയും കൂടി ചേർക്കാം. അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കും ആരായിരിക്കണം സുപ്രീം കോടതി ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ആരായിരിക്കണം, ഓരോ കോടതിയിലെയും ജഡ്ജിമാരാരായിരിക്കണം. അത് തീരുമാനിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ വല്ല സംശയമുണ്ടോ? യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് അംഗങ്ങളെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗവർണർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗവർണർ തീരുമാനിക്കുന്നത്, ഞാനതിന് വേറെ പദമൊന്നും ഉപയോഗിക്കുന്നില്ല, ഒന്നിനും പറ്റാത്ത കുറേ എണ്ണത്തെ അത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ RSSൻ്റെയും ആളുകളെ, പ്രഗത്ഭരായ ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇത്തരം ആളുകളെയാണ് നിയമിക്കുന്നത് എന്ന് വന്നാൽ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഞങ്ങൾക്ക് ജഡ്ജിമാരെ തീരുമാനിക്കാൻ അവകാശമുണ്ട് എന്ന വാദം സുപ്രീം കോടതിയിൽ വെച്ചത് അവർക്ക് സ്വാധീനമുള്ളൊരു സന്ദർഭത്തിൽ അത് നടപ്പിലായാൽ ഈ പറയുന്ന കൊട്ടാരക്കരയിലെ ഏത് RSകാരനും ജഡ്ജിയാവും. അതാ പ്രശ്നം. ഏത് RSകാരനും ജഡ്ജിയാവും. ആ ജഡ്ജിയായാൽ പിന്നെ എന്തായിരിക്കും വിധി? സാധാരണ രീതിയിൽ പ്രതികളെയാണ് തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ വന്നാൽ സാക്ഷികളെ പോലും തൂക്കിക്കൊല്ലും. ഇതാണ് പാർലമെൻ്ററി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ അധികാരങ്ങൾ മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ സ്വയം ഏറ്റെടുത്ത് RSSൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഈ സ്ഥാപനങ്ങളെല്ലാം കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കോടതി ഇങ്ങനെ പാർലമെൻ്ററി സിസ്റ്റം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അമിത്ഷാ ഒരു ദിവസം കീശയിൽ നിന്നൊരു കടലാസ് എടുത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് അത് വായിച്ചിട്ട് പറഞ്ഞു, 370 വകുപ്പ് എന്ന പ്രത്യേക പദവി ജമ്മു ആൻഡ് കാശ്മീരിന് റദ്ദാക്കിയ വിവരം
പ്രസിഡന്റ് ഒപ്പിട്ട് തന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനമില്ല, ഇനി 2 കേന്ദ്രഭരണ പ്രദേശമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിനെ മാറ്റിയിരിക്കുന്നു. ഇത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല, ഒരു സബ്ജക്റ്റ് കമ്മിറ്റിയിലും ചർച്ച ചെയ്തില്ല. ഒരു ദിവസം സഭ അവസാനിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഒരു ഫയലും ഇല്ല, കടലാസ് എടുത്തിട്ട് ഇങ്ങനെ പറയാം. പാർലമെൻ്ററി വ്യവസ്ഥ നോക്കുകുത്തിയായിട്ട് മാറി. കഴിഞ്ഞ പ്രാവശ്യം 140 MP-മാരെ പുറത്താക്കി, പ്രതിഷേധിച്ചു, പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ 140 ആളെ പുറത്തു നിർത്തിയിട്ട് ഇലക്ഷൻ കമ്മീഷണറെ തീരുമാനിക്കുന്നതാര്? അതുവരെ ഇലക്ഷൻ കമ്മീഷണറെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇലക്ഷൻ കമ്മീഷണറെ തീരുമാനിക്കുന്നതാര്? അപ്പോൾ BJP-ക്കാർ പറഞ്ഞു, ഞാനും എൻ്റെ ആളും എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും അമിത്ഷായും, പിന്നെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിൻ്റെ ഒരാളെയും കൂടി ചേർക്കാം. 3 ആൾ ഭൂരിപക്ഷം തീരുമാനിക്കാം. അവർ തീരുമാനിച്ചല്ലോ. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ അവർ തീരുമാനിച്ചു. അവർ തീരുമാനിച്ച ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ മുമ്പുണ്ടായിരുന്ന നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ച ഇലക്ഷൻ കമ്മീഷണർമാരെ പോലെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമോ? പാവയായിട്ട് ഉപയോഗിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷണർമാരെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വരുതിയിലാക്കി RSS, CBI അതാണ്, ED അതാണ്, അതുപോലെ തന്നെ IT, നമുക്കറിയാലോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതാണ്. ഇതെല്ലാം ഗുണ്ട പിരിവ് നടത്തുന്ന RSSൻ്റെ BJP-യുടെ ഏജൻസികളാണ്. ഈ ഏജൻസികൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ ഭീഷണിപ്പെടുത്താൻ, ആ ഭീഷണിക്ക് വഴങ്ങുന്നില്ല എങ്കിൽ ജയിലിലടക്കാൻ ഒരു മടിയുമില്ലാത്ത RSSൻ്റെ ഗുണ്ടാപ്പടയായി ഈ പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇപ്പം തന്നെ മാറിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, അശോക് ചൗഹാൻ, നല്ല പേരാണ്. അശോക് ചൗഹാൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ്, മുൻ മുഖ്യമന്ത്രി. ആ അശോക് ചൗഹാൻ ഇതിനിടെ BJP-യിലേക്ക് ചേർന്നു. BJP-യിൽ ചേരുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നത നേതാവായ രാഹുൽ ഗാന്ധിയെ വിളിച്ചത്രേ. എന്നിട്ട് രാഹുൽ ഗാന്ധി വിളിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പത്രക്കാരോട് പറഞ്ഞു, ചൗഹാൻ എന്നെ വിളിച്ചു. ചൗഹാൻ കരയുകയായിരുന്നു. ഒരു മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് കരയുകയായിരുന്നു. എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു രാഹുൽജിയോട്, എനിക്ക് 2 വഴിയേ ഉള്ളൂ, ഒന്ന് ജയിലിലേക്കുള്ള വഴി, 2 BJP-യിലേക്കുള്ള വഴി. ഞാൻ BJP-യിലേക്കുള്ള വഴിയാണ് തിരഞ്ഞെടുത്തത്, എനിക്ക് ജയിലിൽ കിടക്കാനാവില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിന് രാജിവെച്ച് BJP-യിലേക്ക് പോയ അശോക് ചൗഹാൻ. ഇതൊരു ഉദാഹരണം. ഇത് 1-2 ആളല്ല, നിരവധി നേതാക്കന്മാർ, മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാർ, ആക്ടിംഗ് പ്രസിഡന്റുമാർ, ഏതാണ്ട് 200ഓളം MLA-മാർ, 100ഓളം MP-മാർ ഇപ്രാവശ്യം തന്നെ മത്സരിക്കുന്നത് വിവിധ പാർട്ടിയിൽ നിന്ന് വന്നവരാണ്. ഒരു 28% BJP-യുടെ സ്ഥാനാർത്ഥികൾ. അവരെല്ലാം ഭീഷണിപ്പെടുത്തി പണം കൊടുത്തു വാങ്ങിയതാണ്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് 2000-ഓളം റുപ്യ കോൺഗ്രസ്സിന് കിട്ടി, 8500 കോടി റുപ്യ BJP-ക്കും കിട്ടി. ചെറിയ കച്ചവടമല്ല, വലിയ കച്ചവടമാണ്. ഇന്നലെ KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞു, ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ പാർട്ടിക്കാരും അംഗീകരിച്ച് നടപ്പിലാക്കിയ ഒന്നാണ്. VD സതീശൻ ഇന്നലെ പറഞ്ഞു, CPIM-നും ഇലക്ട്രൽ ബോണ്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ തെളിവ് തരാം എന്ന് ഇന്നലെ അദ്ദേഹം ആലപ്പുഴയിൽ വെച്ച് പ്രസംഗിക്കല പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ഞാൻ അവിടെ പത്രസമ്മേളനത്തിൽ പോയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് ഒരു 1 പൈസ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ലഭിച്ചു എന്ന് തെളിയിച്ചാൽ ഈ വി ഡി സതീശൻ എന്താണോ പറയുന്നത് അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു. എവിടെ തെളിവ്? എന്ത് തോന്നിയാസവും പറയാം, എന്ത് വിവരക്കേടും വിളിച്ചു പറയുക. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ദുരന്തം എന്നല്ലാണ്ട് എന്തു പറയാനാ? നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചർച്ച രാജ്യസഭയിൽ നടക്കുമ്പോൾ സഖാവ് സീതാറാം യെച്ചൂരി CPIM-ൻ്റെ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ പാർലമെൻറ്റിലെ രാജ്യസഭയിലെ അംഗമാണ്, MP ആണ്. ആ രാജ്യസഭയിൽ അതിശക്തിയായിട്ട് ഈ ബോണ്ട് എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ഷൻ ഫണ്ടാണ്, ഇലക്ട്രൽ ബോണ്ട്. ഇതായിരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഫണ്ട്, ഔദ്യോഗികമായിട്ട് കറന്നെടുക്കുന്ന ഏറ്റവും വലിയ കൊള്ളക്കാരുടെ പൈസ. അതിപ്പോൾ മനസ്സിലായി, ആദ്യം അത് മനസ്സിലായിട്ടില്ല. സുപ്രീം കോടതി കൃത്യമായിട്ട് ഇടപെട്ടപ്പോൾ അത് മനസ്സിലായി. എന്നിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പറയുകയാണ്, ഈ കൊള്ള കേട്ടാ വിചാരിക്കും ഈ കൊള്ള BJP-ക്കാർ മാത്രം നടത്തിയാണ്. 8,500 കോടി റുപ്യ BJP വാങ്ങിയത് ശരി, 2,000 കോടി റുപ്യ കോൺഗ്രസ്സാണ് വാങ്ങിയേ. എന്നിട്ട് രാഹുൽ ഗാന്ധി യാതൊരു മാന്യതയില്ലാതെ പറയുകയാണ്, ഇതൊരു കൊള്ള. ഈ കൊള്ളയുടെ ഒപ്പമുള്ള കൂട്ടുകൊള്ളക്കാരാ നിങ്ങൾ. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു നയാ പൈസയും വാങ്ങിയിട്ടില്ല. സഖാവ് സീതാറാം യെച്ചൂരി അതിശക്തിയായിട്ട് എതിർത്തു. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയിലേക്ക് കേസുമായിട്ട് പോയി. ഇത് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം. SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരാണ് ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്, അവരാണിത് അച്ചടിച്ച് കൊടുക്കുന്നത്. ആ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തേയില്ല. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് രജിസ്ട്രേഷനേ നടത്തിയില്ല. ഒരു നയാ പൈസയും അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയിട്ടുമില്ല. കോൺഗ്രസും BJP-യും യഥാർത്ഥത്തിൽ കുത്തക മുതലാളിമാരുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് കുത്തക മുതലാളിത്തത്തോടുള്ള താല്പര്യം. അവരുടെ ചെലവിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ പറയുമ്പോഴേ ഇത് പൂർണ്ണമാവും. കുത്തക മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കുത്തക മുതലാളിമാരുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനങ്ങളുമാണ് എന്ന കാര്യം മറക്കണ്ട. അതാ വ്യത്യാസം. അതങ്ങനെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന ധാരണയിലാണ് വി ഡി സതീശൻ ഉൾപ്പെടെ നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കുന്നത്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സഖാക്കളെ, സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടെന്ന ഈ കൂട്ടക്കൊള്ളയടി BJP-യും കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് നടത്തിയത് ആരും അറിയാൻ പാടില്ല. എത്ര കോടി വാങ്ങി എന്ന്, എത്ര കോടി തന്നു എന്ന്, ആർക്കാണ് കിട്ടിയത് എന്ന് അറിയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമം. അതാണ് സഖാവ് യെച്ചൂരി ഉൾപ്പെടെ കൊടുത്ത കേസിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഈ സമൂഹത്തിൽ എന്താണ് നെഞ്ച് നിവർത്തി അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ മഹാവീരൻ അതാണ് നരേന്ദ്രമോദി. സമൂഹ മധ്യത്തിൽ വിവസ്ത്രധാരിയായി. അത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സമൂഹ മധ്യത്തിൽ ഒന്നും ഉടുക്കാത്ത പോലെയായി നരേന്ദ്രമോദിയും BJP-യും. പരിഹാസ്യമായി ഇവർ വാങ്ങിയ പണം. അതിലൊറ്റ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നിപ്പോഴൊരു കോൺഗ്രസ് നേതാവ് ഇവിടെ പ്രസംഗിക്കാൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് TV-യിൽ കണ്ടു. അവരെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നെഹ്റു കുടുംബമാണ്. ആ നെഹ്റു കുടുംബത്തിലെ ഒരു തായ് വഴി കുടുംബം. ആ കുടുംബത്തിന് അവരുടെ ഭർത്താവ് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയെല്ലാം ഉള്ളൊരു വലിയ ധനാഢ്യനാണ്, കോടിക്കണക്കിന്. ഒരു ദിവസം ഞാനും നിങ്ങളെല്ലാം വാർത്ത വായിച്ചു, അദ്ദേഹത്തിനെതിരായിട്ട് കേസ്, ED തന്നെ കേസും. ആ കേസ് എന്താണ് എന്നുള്ളത് നമ്മളങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ 1-2 കൊല്ലമായിട്ട് കേസിനെ പറ്റി ഒരു വർത്തമാനമില്ല. ആരും പറയുന്നില്ല, പത്രവും പറയുന്നില്ല,
ചാനലും പറയുന്നില്ല, ആരും പറയുന്നില്ല. ബി ജെ പിയും പറയുന്നില്ല, ആരും പറയുന്നില്ല. ബി ജെ പി അപ്പോൾ വലിയതായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വാങ്ങിയതും കൊടുത്തതുമായി പ്രസിദ്ധീകരിച്ച കണക്കിൽ അവർ കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബം കൊടുത്തത് എത്ര അറിയോ? എത്രയാ? നിങ്ങൾക്കെല്ലാം മനസ്സിലുണ്ടാവും. എത്രയാ? 170 കോടി. 170 കോടി കൊടുത്തു. ആർക്കാണ് കൊടുത്തത്? ബി ജെ പിക്ക്. 170 കോടി കൊടുക്കാൻ കോൺഗ്രസ്സിനോ 170 കോടി വാങ്ങി വെക്കാൻ ബി ജെ പിക്കോ ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടായില്ല. അത്ഭുതകരമായൊരവസ്ഥയാണ്. മറ്റ് മുതലാളിമാരോട് വാങ്ങിയതും കള്ളന്മാരോട് വാങ്ങിയതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാജ്യമറിയുന്ന പ്രമുഖ നേതാവിൻ്റെ കുടുംബത്തോട് കൈക്കൂലി 170 കോടി വാങ്ങിയിട്ട് ആ കേസില്ലാണ്ടാക്കി. അതല്ലേ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്, വിമർശിക്കുന്നത്, ബി ജെ പിയെ തറപറ്റിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ട കോൺഗ്രസ് ദിശാബോധത്തോടുകൂടി ആ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് പറയാനാണ്. നയം വ്യക്തമാക്കുന്നില്ല. 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ അത് ഞങ്ങൾ എടുത്തു കളഞ്ഞത് റദ്ദ് ചെയ്യുമെന്ന് പറയാൻ അവർക്കാവുന്നില്ല. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ ആ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഞങ്ങളില്ല എന്ന് പറയാൻ കോൺഗ്രസ് ഇല്ല. മൗലികമായ നിലപാടുകൾ സ്വീകരിക്കാൻ മടിച്ച് ബി ജെ പിയെ ഭയപ്പെട്ട് എന്തിന് ഈ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിക്കുന്ന ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഞാൻ അഹോരാത്രം ബി ജെ പിക്കെതിരാണ് എന്ന് പ്രസംഗിച്ച് നടക്കുന്നയാൾ ബി ജെ പിക്കെതിരായിട്ടല്ല മത്സരിക്കുന്നത്, ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദിശ തന്നെ വളരെ വ്യക്തമാണ്. ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 2019 കോൺഗ്രസിൻ്റെ കൊടിയുണ്ടായിരുന്നു, ലീഗിൻ്റെ കൊടിയുണ്ടായിരുന്നു. ആ ലീഗിൻ്റെ കൊടിയും കോൺഗ്രസിൻ്റെ കൊടിയും വീശി വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് നോമിനേഷൻ കൊടുത്തത്. വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ ഇവിടെ നോമിനേഷൻ കൊടുത്ത് നേരെ ഡൽഹിക്ക് പോയി. ആ ഡൽഹിക്ക് പോയപ്പോൾ അവിടെയെല്ലാം ഒരു വാർത്ത, എന്താ, രാഹുൽ ഗാന്ധി നോമിനേഷൻ നൽകി വയനാട്ടിൽ. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു കോൺഗ്രസിൻ്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാകയും കൂടി ഉയർത്തി എന്ന്. പാകിസ്ഥാൻ പതാക കൂടി ഉയർത്തിയെന്ന് മറുപടി പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് ഇത് ലീഗിൻ്റെ കൊടിയാണെന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ പിന്നെ കോൺഗ്രസ് മുമ്പ് നടക്കാൻ പറ്റില്ല എന്നാണ് അവരുടെ ധാരണ. ലീഗിനെ പരമാവധി അവമാനിച്ചു, പാകിസ്ഥാൻ കൊടിയാണെന്ന്. ഇപ്രാവശ്യം വരുമ്പോഴേ തീരുമാനിച്ചു ലീഗിൻ്റെ കൊടി വേണ്ട. ലീഗിൻ്റെ കൊടി വേണ്ട എങ്കിൽ വയനാട് ജയിക്കില്ല എന്ന് ഉറപ്പാണ്. കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടൊന്നും വയനാട്ടിൽ ജയിക്കില്ല. അവിടെ പ്രമുഖമായ പാർട്ടി ലീഗാണ്. അപ്പോൾ ലീഗുകാർ കണ്ണുരുട്ടി. അപ്പോൾ അഖിലേന്ത്യാ നേതാവ് വിറച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ലീഗിൻ്റെ കൊടിയും വേണ്ട, കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ട. കോൺഗ്രസിൻ്റെ കൊടിയെടുക്കാൻ ബി ജെ പി ശക്തിയായ വിമർശനം ഉയർത്തും എന്നുള്ളത് കൊണ്ട് ഭയപ്പെട്ട് മാറുന്ന കോൺഗ്രസിനാണോ ഞാൻ നേരത്തെ പറഞ്ഞ ഭരണകൂട സംവിധാനമാകെ ആയുധവൽക്കരിച്ച് നിൽക്കുന്ന ഓരോ മനുഷ്യൻ്റെയും നെഞ്ചു നോക്കി തോക്കിൻ കുഴൽ കാണിക്കുന്ന ഫാസിസത്തെ എതിർക്കാനാവുക? നിങ്ങൾക്ക് ശക്തിയായ ഒരു നിലപാട് സ്വീകരിക്കാനാവുന്നില്ല എപ്പോൾ നിങ്ങൾക്ക് ഫാസിസത്തിനെതിരായിട്ട് സമരം ചെയ്യാനും സാധിക്കില്ല എന്ന വസ്തുത ജനങ്ങൾ മനസ്സിലാക്കും. ഇങ്ങനെ ഓരോരോ കാര്യമെടുത്ത് പരിശോധിച്ചാലും ബി ജെ പിക്ക് അടിയറ പറയുന്ന ബി ജെ പിയുടെ നിലപാടായ തുറന്ന ഹിന്ദുത്വത്തിലേക്ക് ബി ജെ പി മുന്നോട്ടേക്ക് വെച്ച ഹിന്ദുത്വ അജണ്ടയിലേക്ക് അവർ കടക്കുമ്പോൾ മൃദു ഹിന്ദുത്വ നിലപാട് വെച്ച് ബി ജെ പിക്കെതിരെ പൊരുതാനാവാതെ അതിൻ്റെ അനുബന്ധമായി കോൺഗ്രസും മാറുന്ന ദുഃഖകരമായ അവസ്ഥയാണ് ഈ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതിന് ഇന്ന് നമുക്ക് ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്ത് കൂട്ടുമുന്നണി ഉണ്ടായാലും ഇല്ലെങ്കിലും ബി ജെ പിക്കെതിരായിട്ട് മത്സരിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ കണ്ട്
BJP വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ ഛിന്ന ഭിന്നമാവാതെ എല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ 37% വോട്ട് മാത്രമേ BJPക്കുള്ളൂ. 63% വോട്ട് BJP എതിരാണ്, BJP ഇതരരാണ്. അപ്പോഴാ 63% കേന്ദ്രീകരിക്കാൻ നമുക്കായാൽ ഒരു സംശയമില്ല, BJPയെ തോൽപ്പിക്കാനാവുമെന്ന കാര്യത്തിൽ ഈ ഇന്ത്യ ഉറപ്പാണ്. ആ ഉറപ്പായ നിലപാടുമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് BJPയെ തോൽപ്പിക്കാം. അതിന് കോൺഗ്രസ് നേതൃത്വപരമായ പങ്ക് വഹിക്കുമെന്ന് ചോദിച്ചാൽ അതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. കാരണം എന്താ അറിയോ, ഇന്ത്യ മുന്നണി തന്നെ ശക്തിപ്പെട്ടു വന്നത് എവിടെയാണ്? കേരളത്തിലില്ല, ബംഗാളിലുമില്ല, വിട്ടേ. പഞ്ചാബിലുമില്ല, അതും വിട്ടേ. പിന്നെ വന്നത് നിങ്ങൾ ഓർക്കുണ്ടാവും, വന്നത് തമിഴ്നാട്. ഇലക്ഷൻ കഴിഞ്ഞു, അവിടെ കോൺഗ്രസ് അല്ല, അവിടെ DMK ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഡൽഹി, അവിടെയും കോൺഗ്രസ് അല്ല, ആം ആദ്മി പാർട്ടിയാണ്. പിന്നെ ബീഹാർ, അവിടെയും നിങ്ങളല്ല, RJD ആണ്. പിന്നെ UP, അത് SP ആണ്. UP നിങ്ങൾക്ക് 2% വോട്ടാകില്ലേ? വലിയ ആന പാർട്ടിയാണെന്നെല്ലാം പറഞ്ഞ് നടക്കണ്ടല്ലോ. 2% വോട്ട് കോൺഗ്രസ്സിന്. ആ 2% വോട്ടുള്ള പാർട്ടിയാണ് UP. 80 സീറ്റാണ്. 80 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനം, ഒറ്റ സംസ്ഥാനം. അതിന് പരം വെക്കാൻ വേറെ സംസ്ഥാനമില്ല. 80. അതിൻ്റെ അപ്പുറം ബീഹാർ 40 സീറ്റ്. ആ 40 സീറ്റ് കൈകാര്യം ചെയ്ത് നിങ്ങൾക്കൊരു പങ്കുമില്ല കോൺഗ്രസ്സിന്. അവിടെയും RJD ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും ചേർന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ഗുജറാത്തിൽ വല്ല സംവിധാനം ഉണ്ടോ? ഗുജറാത്തിലാണ് അവർ പരസ്പരം മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50% കൂടുതൽ വോട്ട് കിട്ടിയ ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം നിങ്ങൾ പരസ്പരം മത്സരിക്കുന്ന ഗുജറാത്താണ്. ദയനീയമായ പരാജയം. നിങ്ങൾ പിന്നെ എവിടെയാണ് യോജിപ്പുണ്ടാക്കുന്നത്? മധ്യപ്രദേശിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടാക്കാൻ സാധിച്ചോ? നിങ്ങൾക്ക് നിർണായകമായി BJPയുമായി ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് യോജിച്ച് മുന്നോട്ടേക്ക് പോകാനായോ? ഇതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചാലായില്ല. ഈ കോൺഗ്രസ്സിന് നയവുമില്ല, സംഘടനയുമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഹിന്ദി മേഖലയിൽ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന്. ഏതാ? ഹിന്ദി. ഇത് കുറേ ദൂരെയായതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കാൻ പറ്റാത്തത്. ഹിന്ദി മേഖലയിലുള്ള ഒരേ ഒരു സംസ്ഥാനം ഏതാ? ഹിമാചൽ പ്രദേശ്. അവിടെ കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 60-ൽ 40 സീറ്റുണ്ട് BJPക്ക്, കോൺഗ്രസ്സിന്. എന്നിട്ട് അവസാനം സ്ഥാനാർത്ഥിയെ, പ്രമുഖനായ സ്ഥാനാർത്ഥിയെ, വക്താവിനെ തന്നെ കൊണ്ടുപോയിട്ട് മത്സരിച്ചപ്പോൾ BJP ജയിച്ചു, കോൺഗ്രസ് തോറ്റു. ഈ വേണുഗോപാൽ എന്നെല്ലാം പറയുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് സംഘടനാ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന്? കോൺഗ്രസ്സിന് ജയിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റ് കൊണ്ടുപോയിട്ട് BJPക്ക് കൊടുത്തു. കാരണം എന്താ? 6 എണ്ണം കാലം മാറി. പൈസ കൊടുത്താൽ എല്ലും മാറും. BJPയുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. അവിടെ ഗവൺമെൻറ്റിൻ്റെ അവസാനം വരാൻ പോവുകയാണെന്ന് ഇതിനിടെ വാർത്ത വന്നു. ഇപ്പോൾ ഒരു പ്രമുഖ നേതാവ് ഇന്ന് കാലം മാറിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ. ഇനിയിപ്പോഴീ MLA-മാരെ ഒരാൾ നേരത്തെ പറഞ്ഞു, ഞാനൊരു പുതിയ പാർട്ടി ഉണ്ടാക്കും, ഏതാണ്ട് രാജ്യസഭ അതിൻ്റെ അവസാനം വരാൻ പോവുകയാണ്, അപ്പോൾ ഹിമാചൽ പ്രദേശിനെ കൂട്ടണ്ട. ആകെ 4 സീറ്റേ ഉള്ളൂ, അത് പറയാം. പിന്നെ എവിടെയാ? നമുക്കറിയാം, ഇതേപോലെ തന്നെ ഒരു സംസ്ഥാനമാണ്. കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെ എന്തായിരുന്നു? 60 സീറ്റ്. ഇതേപോലെ 60 സീറ്റ്. 44 സീറ്റ് കോൺഗ്രസ്സിന് 2016 വരെ. പിന്നെ ഒരു പീപ്പിൾസ് പാർട്ടി ഉണ്ട്, പിന്നെ കുറച്ച് BJP കാര്യമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എന്നിട്ടെന്താ സംഭവം? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി വന്നു, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി. ആ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം പീപ്പിൾസ് പാർട്ടിയിൽ ചേർന്ന് പിന്നീട് BJP ചേർന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 43 എണ്ണം. ആകെ 44 ഉള്ളൂ, ഒന്നൊഴിച്ച് 43 എണ്ണം ചേർന്നു. വിലക്ക് വാങ്ങിയതാ. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയ സീറ്റ് 4. അതിൽ 3 എണ്ണം കാലുമാറി, പിന്നെ 1.
ഇപ്രാവശ്യം അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വളരെ വിചിത്രമായ ഒരു സംഭവം നടന്നു. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘടനയുടെ നേതൃത്വം എന്ത് കാര്യമാണ് ചെയ്യാനാകുക? ആദ്യം കോൺഗ്രസ്സുകാർ 10 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. 5 ആൾ നോമിനേഷൻ കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്ക് കാല് മാറി. പിന്നെ 10 എണ്ണമുണ്ട്, ആ 10 കാല് മാറി. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് പോലും എതിരായി കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാനില്ലാതുകൊണ്ട് എതിരില്ലാതെ തിരഞ്ഞെടുത്തു. കൊട്ടാരക്കര നിയോജക മണ്ഡലം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്നു എന്നൊരു അവസ്ഥ വന്നാൽ എന്താ ചിത്രം? അയ്യോ, 1 അല്ല 10 എണ്ണം. മനസ്സിലായില്ലേ? ഇതാണ് വടക്കുകിഴക്കൻ മേഖലയിലെ സ്ഥിതി. നിങ്ങൾക്ക് എന്ത് സംഘടനയാണ്? നിങ്ങൾ ആരാ സംഘടന കൈകാര്യം ചെയ്യുന്നത്? ജനറൽ സെക്രട്ടറി ബ്രാക്കറ്റ് സംഘടന എന്ന് വേണുഗോപാലിൻ്റെ പേര്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് സംഘടന കൈകാര്യം ചെയ്യാൻ ആളില്ല, നിങ്ങൾക്ക് നയപരമായ നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. അങ്ങനെ ദുരന്തത്തിൽപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾ ഇവിടെ കേരളത്തിൽ വന്നിട്ട് കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്നു എന്ന് നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി കണ്ണൂർ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഇവിടെ ഒരു മുഖ്യമന്ത്രിക്കെതിരായി ED ആയാലും IT ആയാലും കേസെടുത്ത് ജയിലിലടക്കുന്നില്ല. പുതിയ പ്രയോഗം. രാഹുൽ ഗാന്ധി പറയുകയാണ് ബാക്കി എല്ലാ സ്ഥലത്തും എതിര്. കേരളത്തിൽ വന്നിട്ട് കണ്ണൂർ പ്രസംഗത്തിൽ പറയാണ് പിണറായി വിജയനെ ജയിലിലടക്കുന്നില്ല. പിണറായി വിജയൻ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിപരമായ പക പോലെ തികച്ചും പക്വതയില്ലാത്ത നിലപാടാണ് രാഹുൽ ഗാന്ധി എടുത്തത്. ജയിലിലടക്കണം എന്നാണ്. കെജ്രിവാളിനെ ജയിലിലടക്കണം എന്ന് പറഞ്ഞവരായി ഇവർ. പക്ഷേ ഇന്ത്യ കൂട്ടായ്മ ശക്തിയായിട്ട് ഒപ്പം നിന്നപ്പോഴാണ് ആ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി ശരിയായ നിലപാടിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ പേടിപ്പിക്കാൻ വേണ്ടി ചൗഹാൻ കരഞ്ഞു പോയതുപോലെ സഖാവ് പിണറായി വിജയൻ കരഞ്ഞു പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, മുത്തശ്ശി എന്നെ, രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി എന്നെ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ 1.5 വർഷക്കാലം ജയിലിലാക്കിയിട്ടുണ്ട്. കരഞ്ഞ് വിടിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവാതെ വേറെ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്ന സമീപനമല്ല ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കണ്ട എന്ന കാര്യമാണ് ഉറപ്പായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ടും പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പറഞ്ഞു പിണറായി വിജയനെ പിടിക്കുന്നില്ല. എന്ത് കേസാണ് പിണറായി വിജയൻ്റെ പേരിലുള്ളത്? ഞാൻ ഇന്നലെ ചോദിച്ചു പത്രസമ്മേളനത്തിൽ, ഏത് കേസ്? ഏതെങ്കിലും ഒരു കേസുണ്ടോ? ഏതെങ്കിലും കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഒരു കേസുമില്ല. എന്നിട്ട് വേണ്ട ചോദ്യം ചെയ്യലുള്ള കേസുമില്ല. നിങ്ങളൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അതിശക്തിയായ വിയോജിപ്പുള്ള 18 MPമാരും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പോഴേ ആക്ടിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഒരു കഥയുണ്ടാക്കുകയാണ്. ഇതിപ്പോഴും തുടങ്ങിയതല്ല, കഴിഞ്ഞ പ്രാവശ്യം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും പറഞ്ഞതാണ്. ഒരു കേസും സഖാവ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ടാണ് EDക്ക് ITക്ക് ഒന്നും തൊടാൻ പറ്റാത്തത്. എന്നിട്ട് വ്യാകുലപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുകയാണ് എന്തേ പിടിക്കാത്തത്. നിങ്ങൾ എന്ത് ദേശീയ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുന്നത്? ഞാൻ വേറെ ഒന്നും പദം ഉപയോഗിക്കുന്നില്ല. ഞാൻ ഉപയോഗിച്ച പദം ഇത്രയേ ഉള്ളൂ, അപക്വമായ നിലപാടാണ്. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊള്ളാനാവുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, തെക്കും വടക്കും നടന്നാലൊന്നും ഇന്ത്യയെ കണ്ടെത്താനാവില്ല. അതുകൊണ്ട് 2 പുസ്തകം വായിക്കണം. അദ്ദേഹം വായിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. പുസ്തകം ശരിയാക്കി അലർജിയാണ് പുസ്തകം. പിന്നെ വായിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന പ്രശ്നമില്ല. 2 പുസ്തകം ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് വായിക്കാൻ. ഗൗരവപൂർവ്വം വായിക്കേണ്ടതാണ്. ഒന്ന് വലിയ പുസ്തകമാണ്, ഈ നടക്കുന്ന സമയം വേണം അത് വായിച്ചു തീർക്കാൻ. ഒന്ന് ഇന്ത്യയെ കണ്ടെത്തൽ, ആദ്യം വായിക്കേണ്ടതാണ് ഇന്ത്യയെ കണ്ടെത്തൽ. രണ്ടാമത് വായിക്കേണ്ടത് വിശ്വചരിത്രാവലോകനം. ഈ 2 പുസ്തകവും മലയാളത്തിലുണ്ട്. ഈ 2 പുസ്തകവും ആരതാ? രണ്ടും ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തലും ജവഹർലാൽ നെഹ്റു തന്നെ ജയിലിൽ നിന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ള വിശ്വചരിത്രാവലോകനവും വായിക്കണം. ഒന്നും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം പറയാം. ഭൗതികവാദിയായ ജവഹർലാൽ നെഹ്റു ചരിത്രപരമായ ഭൗതികവാദം അടിസ്ഥാനപ്പെടുത്തി എഴുതിയ 2 പുസ്തകമാണ്
2 ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്. ഭരണാധികാരിയും പണ്ഡിതനും സ്വാതന്ത്ര്യ സമര സേനാനിയുമെല്ലാമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ 2 പുസ്തകം അത് വായിക്കണം. കോൺഗ്രസ്സുകാരും വായിക്കണം, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും വായിക്കണം. കണ്ടില്ല, ഉള്ളടക്കില്ല. അതുകൊണ്ടാണ് പാടിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപക്വമാകുന്നത്. ഇങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഉറഞ്ഞു തുള്ളുന്നൊരു നിലപാട് സ്വീകരിച്ച കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവിൻ്റെ നിലപാടിനെതിരായി നല്ല പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ധാരണയുണ്ട്. കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്നൊരു ബദൽ സൃഷ്ടിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയാണ്. ആ കേരള മാതൃകയെ ഇനിയും ശക്തിപ്പെടുത്തണം. ഞാൻ കേരള രാഷ്ട്രീയത്തിൻ്റെ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല. ഇവിടെ സഖാവ് ചിഞ്ചൂറാണി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളോട് ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഒറ്റക്കാരിയേ ഉള്ളൂ, ഇന്നത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം ഒരു ഗുണമേന്മയുള്ളതാക്കി മാറ്റി മുന്നോട്ടേക്ക് നയിക്കാൻ നമുക്കായി. എല്ലാവർക്കും വീട്, ലൈഫ് 5 ലക്ഷത്തിലധികം ആൾക്ക് ഇപ്പോൾ വീട് കൊടുത്തു. പട്ടയമില്ലാതെ 3 ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുത്തു. ഇനിയിപ്പോൾ അതിദാരിദ്ര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. അതിൽ കഴിഞ്ഞ നവംബർ 1-ാം തീയതി 30,000 കുടുംബങ്ങളെ മോചിപ്പിച്ചു. അടുത്ത മാർച്ച് മാസം 1-ാം തീയതി ഈ അടുത്ത മാർച്ച് അപ്പോഴേക്ക് ഏതാണ്ട് കേരളത്തിലെ അതിദരിദ്രരായിട്ട് ബാക്കിയുള്ള 64,006-ൽ 30 മോചിപ്പിച്ചതിന് ശേഷം 36,006 കുടുംബങ്ങളെ ഇതിനിടയിൽ നമുക്ക് മോചിപ്പിക്കാനാവണം. അങ്ങനെ വന്നാൽ അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്നതാണ് വസ്തുത. അതാണ് കേരളം. അതിനോടാണ് വിരോധം. 70 ദേശീയ അവാർഡുകൾ ഈ കേരളത്തിന് കിട്ടി. നീതി ആയോഗിൻ്റെ 24 അവാർഡുകൾ നേടാൻ ഈ കേരളത്തിനായി. പക്ഷെ പണം തരൂല. ഇതെല്ലാം അവാർഡ് തരും, പണമില്ല. ഇങ്ങനെ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന, ശത്രു രാജ്യത്തെ പോലെ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായി ഡൽഹിയിലേക്ക് നമ്മൾ സമരത്തിന് പോയി. സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് 13,000-ഓളം കോടി ഉറുപ്പിക നമുക്ക് ഏറ്റവും ശക്തിയായിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ മാർച്ച് മാസമാകുമ്പോഴേക്കും നമുക്ക് കിട്ടി. കടം വാങ്ങാനുള്ള സൗകര്യം തന്നു. അത് സുപ്രീം കോടതിയാണ്. അവർ പറഞ്ഞു, നിങ്ങൾ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്, അത് പെറ്റീഷൻ പിൻവലിച്ചാലേ ഞങ്ങൾ പരിഗണിക്കുള്ളൂ എന്നാണ്. പിൻവലിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അവസാനം കോടതി ഇടപെട്ടു, അത് കിട്ടി. ഇനിയും നമുക്ക് കോടാനുകോടി ഉറുപ്പിക തരാനുണ്ട്, തരുന്നില്ല. നമുക്ക് പെൻഷൻ കൊടുത്ത് തീർക്കാനാവുന്നില്ല. 1,600 ഉറുപ്പിക പെൻഷനാക്കി. 1,600 രൂപ 600 ഉറുപ്പിക ഉണ്ടായിരുന്നുള്ളൂ മുമ്പ്. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു, മോനെ പണ്ട് 18 മാസം പെൻഷൻ കിട്ടിയിട്ടില്ല. 18 മാസം ഉമ്മൻചാണ്ടീൻ്റെ കാലത്ത് പെൻഷൻ കിട്ടിയിട്ടില്ല. അന്ന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? 600 ഉറുപ്പികയാണ്. ഈ 600 ഉറുപ്പിക കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സാരില്ല. ജീവിതത്തിൻ്റെ ഭാഗമൊന്നും ആവുന്നില്ലല്ലോ. കുടുംബത്തിൻ്റെ ഒപ്പം ജീവിച്ചു പോയി. ഇല്ല എന്ന് കണ്ടു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറയുക, മോനെ ഇപ്പോഴതല്ല, ഞങ്ങൾക്ക് 1000 ഉറുപ്പിക കൂട്ടി 1,600 ഉറുപ്പിക ആക്കിയപ്പോൾ ഓരോ മാസവും ജീവിതത്തിൻ്റെ ഭാഗമായി പെൻഷൻ. എന്നോട് ഇതേപോലെ ഇരുന്ന ഒരു സ്ത്രീ, 10-75 വയസ്സുണ്ട്, എന്നോട് പറഞ്ഞതാണ്, ഇപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമായി പെൻഷൻ. ഒരു മാസം കിട്ടാതിരിക്കുമ്പോൾ പ്രയാസമുണ്ട്, 2 മാസം കിട്ടാതിരിക്കുമ്പോൾ പ്രയാസമുണ്ട്. പക്ഷേ ഞാൻ പുറത്ത് വന്നിട്ട് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ ചോദിച്ചു, അതെന്തുകൊണ്ടാണ്? എനിക്ക് ഉറപ്പുണ്ട് 75,000 ഉറുപ്പിക ഈ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് എനിക്കധികം കിട്ടിയത്. ഞാനത് കണക്കൂട്ടിയിട്ടേയില്ല. 75,000 ഉറുപ്പിക ഈ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് 1,600 ഉറുപ്പിക ആക്കിയിട്ട് ഇത്രയും കാലം എനിക്ക് ഓരോരോ 1000 എല്ലാ മാസവും കൂട്ടി കിട്ടിയത്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ പെൻഷൻ ഉറപ്പാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. അതാണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ പെൻഷൻ ഉറപ്പാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അപ്പോൾ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ 1,600 അല്ല 2,500 ഉറുപ്പിക പെൻഷൻ കൊടുക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. അത് ഈ കേരളത്തിൽ നടപ്പിലാക്കും. വീട്ടമ്മമാരുടെ പെൻഷൻ കൊടുക്കാൻ നമുക്കായിട്ടില്ല. വീട്ടമ്മമാരെ അംഗീകരിച്ച ഗവൺമെൻറ്റായി ഗവൺമെൻറ്, പക്ഷേ അവർക്ക് പെൻഷൻ കൊടുക്കാനായിട്ടില്ല, പണം കിട്ടുന്നില്ല.
ഈ 64,000 കോടി കിട്ടിയിരുന്നുവെങ്കിൽ മിച്ചായിരിക്കും ഇതെല്ലാം ചേർത്തിട്ടും. അധ്യാപകർക്ക്, ജീവനക്കാർക്ക് DA പൂർണ്ണമായി കൊടുക്കാനാവുന്നില്ല, ഒറ്റ ഗഡുവാണ് കൊടുത്തത്. പെൻഷൻകാർക്കും കൊടുത്തിട്ടില്ല. ഇങ്ങനെ പ്രയാസപ്പെടുത്തി സാമ്പത്തിക ഞെരുക്കത്തിൽ കൊണ്ടുവന്ന് കണ്ടില്ലേ പെൻഷൻ കൊടുക്കാതെ ഗവൺമെൻറ്. ഇന്നിപ്പോൾ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ മുഴുവൻ പരസ്യമുണ്ട്. കണ്ടില്ലേ പരസ്യം? ശമ്പളം കൊടുക്കാത്ത, ശമ്പളം ഇതേവരെ കൊടുക്കാതിരുന്നിട്ടില്ല, ഒരു മാസവും ശമ്പളം കൊടുക്കാതിരുന്നിട്ടില്ല. ഈ പെൻഷൻ കൊടുത്തിട്ട് 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പർവ്വതീകരിച്ച് ഈ ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയായ എതിർ പ്രചാരവേലയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരളം സ്വന്തം കാലിൽ നിന്ന് മുന്നോട്ടേക്ക് പോകണം. ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെയും അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. അതാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത്. 2 കാര്യം: ഒന്ന് വിജ്ഞാന സമൂഹം, മറ്റൊന്ന് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. സാമ്പത്തിക മേഖലയെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതൊരു സാമ്പത്തിക വ്യവസ്ഥയെപ്പറ്റി ആദ്യമായിട്ടാണ് ലോകം അറിയുന്നത് കേരളം. പണമല്ല മൂലധനം, പണത്തിനു പകരം ബുദ്ധി, നോളജ്, അറിവ് മൂലധനമാക്കി മാറ്റി ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക സമാഹരിക്കാനും ലക്ഷക്കണക്കിന് ആൾക്ക് തൊഴിൽ കൊടുക്കാനും കഴിയുന്ന ഒരു പുതിയ മാർഗം കേരള ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെക്കുകയാണ്. 15,000 സ്റ്റാർട്ടപ്പുകൾ വേണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. സ്റ്റാർട്ടപ്പ് മിഷൻ ലോക മാർക്കറ്റിൽ വലിയ വിലയാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഫലപ്രദമായി ഒരു കേരളത്തെ രൂപപ്പെടുത്താനാവണം. ആ കേരളം നവകേരളമാണ്. 400 വർഷക്കാലത്തെ വികാസം പ്രാപിച്ച ലോക ജനതയുടെ, ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ആ തലത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കണം എന്നാണ് നവകേരളത്തെപ്പറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ നിയോജക മണ്ഡലം നമുക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലം തന്നെയാണ്, അല്ലേ? നമ്മൾ സാധാരണ ജയിക്കാതൊരു മണ്ഡലത്തിൻ്റെ പട്ടികയിലാണ് നമ്മളിത് പറയുന്നത്, അല്ലേ? പക്ഷെ നമുക്കിപ്പോഴും വളരെ വ്യക്തമായിട്ട് അറിയാം, എന്താ ഈ മണ്ഡലം ജയിക്കോ ഇല്ലയോ. പറയാൻ ധൈര്യം വേണം. അരുൺകുമാറിനെ ജയിപ്പിക്കാനാവുമോ ഇല്ലയോ? ജയിപ്പിക്കുമോ? എന്നാവും ഈ കാര്യം പറയാം. അരുവാൾ കതിർ അടയാളത്തിൽ സഖാവ് അരുൺകുമാറിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തോടെ ആയില്ല. അത് തീർന്നിട്ടില്ല. അതിന് മുമ്പേ കൈയടിച്ചിട്ടെന്താ? നിങ്ങൾ വോട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ വോട്ട് ചെയ്യണമെന്ന് പറയുന്നല്ലേ? നിങ്ങൾ ഈ ഉച്ചവെയിലത്ത് ഇവിടെ ഇരുന്ന് നിങ്ങൾ ആരെങ്കിലും അടിച്ച് വോട്ട് ചെയ്യാൽ മാറ്റി ചെയ്യോ? ചെയ്യില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യലല്ല, നിങ്ങൾ വോട്ട് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രമുഖരായ പോരാളികളായി, പടയാളികളായി, പാർട്ടി മെമ്പർമാരും പാർട്ടി അനുഭാവികളും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം അരിവാൾ കതിർ അടയാളത്തിൽ അരുൺകുമാറിന് വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭടന്മാരായി ഇനി വളരെ ചുരുക്കം ദിവസമേ ഉള്ളൂ. ആ ദിവസം പൂർണ്ണമായിട്ടും വിനിയോഗിക്കണം. അതുവഴി നമുക്ക് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായ ഇടതുപക്ഷ രാഷ്ട്രീയം വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന അരുൺകുമാറിനെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കാനാവും. ആ ചരിത്രപരമായ കടമ നിർവഹിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം.